ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എഗെയിൻ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ ഒന്ന് കാണിക്കണേ. സൺഡേ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളൊന്നും ഇല്ല, രാവിലത്തെ ആ കുക്കിങ്ങും ആ തിരക്കൊക്കെ മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്താണ് ഇത്ര കാര്യമായ തിരക്കെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, പൊതിച്ചോറുകൾ റെഡിയാക്കി കൊടുത്തു വിടണം. മിഷൻ സൺഡേയുടെ ഭാഗമായിട്ട് കാറ്റേഴ്സും പഠിക്കുന്ന എല്ലാ കുട്ടികളും അവനവൻ്റെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവരണം. അത് പള്ളിയിൽ ഒന്നിച്ച് കളക്ട് ചെയ്യും. എന്നിട്ട് മിഷൻ ലീഗിൻ്റെ ലീഡേഴ്സ് എല്ലാവരും കൂടെ കൂടി മടക്കത്താനത്തുള്ള അസീസി ഫാമിലിൽ അത് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ മക്കളെയും കൂടെ ചെറിയൊരു പ്രേക്ഷിത വേലയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പൊതിച്ചോറ് റെഡിയാക്കലാണ് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി. നമ്മളിത് ഒരാഴ്ച മുമ്പേ അറിഞ്ഞ കാര്യമാണെങ്കിലും സൺഡേ ഉണ്ടാക്കേണ്ടതിന് സാറ്റർഡേ ആണല്ലോ നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ ശനിയാഴ്ച ഒരു 16ൻ്റെ പണി ഫാബിക്കൂട്ടൻ നമുക്ക് തന്നതുകൊണ്ട് നമ്മുടെ പ്ലാനിങ് എല്ലാം തെറ്റി. നമ്മൾ വൈകുന്നേരമായി ഒന്ന് ഫ്രീ ആയി വന്നപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ്, കാലിലേക്ക് ഒരു 2-3 കല്ലങ്ങോട്ട് വീണു. പക്ഷേ അത് ഉരഞ്ഞു പോയതേ ഉള്ളൂ, ഭാഗ്യം കൊണ്ട് കാലിൽ വീണില്ല. ഞാൻ എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു പണി കിട്ടിയത് കൊണ്ട് നമുക്ക് കൂടുതൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തു വിടാൻ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ അവിയൽ, ചിക്കൻ റോസ്റ്റ് ചെയ്തത്, പിന്നെ പയർ, ഉണക്കപ്പയറുണ്ടല്ലോ, ഉണക്കപ്പയർ തേങ്ങായിട്ട് തോരൻ വയ്ക്കുക, പിന്നെ ഓളത്തിനൊരു അച്ചാറും. ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് കൊടുത്തു വിടാനായിട്ട്. കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൂടുതലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം പറഞ്ഞ ഒരാഴ്ച മുമ്പ് പറഞ്ഞതാണ്, പക്ഷേ സിറ്റുവേഷൻ അങ്ങനെയായിപ്പോയി. ഞാൻ സാധാരണ കിച്ചണിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ തലേദിവസം കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം കബോർഡ്സിലേക്ക് എടുത്ത് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. പക്ഷേ ഇന്ന് നമുക്കൊരു 8:30 ആകുമ്പോഴത്തേക്കും ചോറ് റെഡി ആവണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറി വന്നത് ആദ്യം ചെയ്തത് ചോറിനുള്ള വെള്ളം വെച്ചു. അടുത്തത് പയറാണ്. പയർ ഞാൻ ഓൾറെഡി ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ കുക്കറി വേവിക്കുന്നില്ല എന്ന്. കാരണം ഞാൻ ഇടയ്ക്ക് അങ്ങനെ വേവിക്കുന്ന സമയത്ത് അത് ഓവറായിട്ട് വെന്തു പോവാറുണ്ട്. സാധാരണ ഒറ്റ വിസിലേ ഞാൻ അടിക്കാറുള്ളൂ. അപ്പോൾ ഇതിന്ന് പൊതിച്ചോറും കൂടെ കൊടുത്തു വിടേണ്ടതായതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് വൃത്തിക്ക് കൊടുക്കണമല്ലോ. പയർ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയായിട്ട് ഡയറക്റ്റ് ഗ്യാസിൽ വെച്ചങ്ങ് വേവിക്കുക. ഇന്നലത്തെ ദിവസം വീട്ടിലില്ലാതിരുന്നുകൊണ്ട് തന്നെ ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതൊക്കെ ഏതാണ്ട് അറ്റപ്പറ്റി എത്തിയായിരുന്നു. സാധാരണ സാറ്റർഡേസിലാണ് ഞാനിത് കൂടുതലിരുന്ന് ചെയ്തു വെക്കാറ്. അങ്ങനെ ഒരേ സമയം ഗ്യാസിൽ കടലയും പയറും വെന്തുകൊണ്ടിരിക്കുകയാണ്. കടല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ട അരപ്പും റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരിക. എന്നിട്ട് വെന്ത പയറിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് ആവി കയറ്റി കുറച്ച് കറിവേപ്പില ഇട്ട് ഉപ്പ് പാകമാണോ നോക്കിയതിന് ശേഷം നമുക്കതങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഇന്ന് കാലിന് വയ്യാതിരുന്നിട്ട് ചെറിയ വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഒന്ന് ഉറക്കമൊക്കെ എണീറ്റ് വന്നിരിക്കുവാണ്. പുള്ളീനെ ഒന്ന് കൊണ്ടുപോയി സെറ്റിയിലിരുത്താൻ പറഞ്ഞിട്ട് തൊങ്കിയാണ് ഇവിടെ വരെ എത്തിയത്. അടുക്കളയിലേക്ക് എന്നെ വിളിച്ചില്ല. അങ്ങനെ കിച്ചണിൽ നിന്ന് ലിവിങ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആളെ. ഞാനിങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. അതായത് പുറത്തേക്ക്, നമുക്കിപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് കഴിക്കുന്ന പോലെ അല്ലല്ലോ പുറത്തേക്ക് വിടുക. അപ്പോൾ എനിക്ക് പേടിയാണ്, നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും കരിഞ്ഞു പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പണി മൊത്തം പാടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പേടിയായിരുന്നു. ഈ അവിയലൊക്കെ വയ്ക്കുമ്പോൾ നമ്മളധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. എങ്ങാനും ചെറുതായിട്ടാണെങ്കിലും ഒന്ന് കരിഞ്ഞാൽ അതിൻ്റെ ഒരു കരിമണവും കാര്യങ്ങളെല്ലാം വരുമല്ലോ എന്ന് പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിന്നിട്ടാണ് കുക്ക് ചെയ്യണേ. നമ്മളിങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കറണ്ട് ഇടയ്ക്ക് പണി തരാറുണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് ഉള്ള സമയത്ത്, നല്ല മഴയും കൂടെ ഉള്ള സമയമാണല്ലോ, കറണ്ട് ഉള്ള സമയം നോക്കി തന്നെ അരപ്പരയ്ക്കാനുള്ളതൊക്കെ നേരത്തെ അരച്ച് ഓരോ പാത്രങ്ങളിലേക്കാക്കി വെക്കുമായിരുന്നു, നമുക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിയലിൻ്റെ പണി അവിടെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചിക്കനും കൂടെ വെക്കാൻ തുടങ്ങി. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി തീരത്തില്ല. അതിനിടയ്ക്ക് എപ്പോഴോ ചോറൊക്കെ തിളച്ചിട്ട് ഞാനതെടുത്ത് തെർമോ കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചിക്കൻ അടുപ്പിൽ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഈ ചിക്കനും കൂടെ ഫ്രീസറിലില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെന്നാണ്. സാധാരണ ഞാൻ അവരെ രണ്ടുപേരെ ഒരുമിച്ചിരുത്തി ഞാൻ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇരുത്തിയിട്ട് പോകാനും ഒരു പേടി. ഇൻ കേസ് ഒന്ന് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നാൽ ഞാൻ മൂത്തയാൾക്ക് അവനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും കുറേയൊക്കെ പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കഷ്ടം തോന്നും. അതുകൊണ്ട് പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ കൊടുത്തില്ല. ഈ സോളോ പേരൻറ്റിങ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയ പണിയാണ്. നമുക്ക് ഇങ്ങനത്തെ വള്ളിക്കെട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റാണ്ട് വരും, ഒന്ന് മാനേജ് ചെയ്യാൻ. പക്ഷെ എന്നാലും എൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലൊക്കെ എൻ്റെ ചേച്ചി ഓടി വരും കേട്ടോ. അത് തന്നെ എൻ്റെ ഒരു വലിയ ബലമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ സമ്മതത്തോടു കൂടിയാണ് തോട്ടിലിറങ്ങാൻ പോയത്. എനിക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് പറയായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ കൂടി കഴിയുമ്പോൾ അത്രയും റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിയുമ്പം ഇവിടെ അങ്ങനെ കളിക്കാനോ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല.
അത്യാവശ്യമുള്ള എല്ലാം വലിയ വലിയ ആൾക്കാരാണ്. നമ്മുടെ അവിടെ കുട്ടികളൊക്കെ അത്യാവശ്യം കുറവാണ്. അപ്പോൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആങ്ങളുടെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ചാടണം ഇവിടെ ചാടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്കും അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സമ്മതിച്ചത്. പക്ഷെ കുറേ നേരത്തേക്ക് അതൊരു ഗിൽട്ടായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും കേട്ടോ. നമ്മൾ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ അവരിറങ്ങില്ലായിരുന്നു, ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഒരു ചിന്ത വരുമല്ലോ. അങ്ങനത്തെ ചിന്തയൊക്കെ ആയിരുന്നു കുറേ നേരത്തേക്ക്. അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഏതാണ്ട് ഒതുങ്ങി. ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പതിയെ 2 ഇല വെട്ടാനൊക്കെ ആയിട്ട് പോയിട്ടോ. നമ്മുടെ പറമ്പിൽ വാഴയൊന്നുമില്ല, തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നാണ് വെട്ടിയത്. അതെല്ലാം വാട്ടി ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോറും കറികളും എല്ലാം അതിലേക്കൊന്ന് പാക്ക് ചെയ്ത് വെക്കണം. അതാണ് അടുത്ത ടാസ്ക്. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ ഈ ഇലയിൽ ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ പറയുന്ന പോലെ ടേസ്റ്റ് വേണം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറയണേ. ഇത് കൊണ്ടുപോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പാത്രം കഴുകണ്ട ഉച്ചയ്ക്ക്, പിന്നെ തിരിച്ച് ചുമക്കുകയും വേണ്ട. ഈ 2 കാര്യത്തിൻ്റെ പുറത്തായിരുന്നു കൂടുതൽ വന്ന് ഇലയിൽ ചോറ് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. അന്ന് അമ്മയോടൊക്കെ ഇലയിൽ കൊണ്ടുപോകാൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ചുറ്റുപാത്രം ഉണ്ടല്ലോ അതിൽ കൊണ്ടുപോയാൽ പോരെയെന്ന്. അപ്പം നമ്മുടെ ഈ മടി പറയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഇന്ന് ഇലയിൽ തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല വേണേ വെട്ടിക്കൊണ്ട് വരണം, വെട്ടിക്കൊണ്ട് വന്നാൽ തരാമെന്ന് പറയും. അമ്മയൊക്കെ ഒന്നും വെട്ടാൻ പോകാൻ സമയമില്ല, കാരണം നല്ല തിരക്കായിരിക്കും. കുറേ എണ്ണത്തിന് സ്കൂളിൽ വിടണം, പിന്നെ വീട്ടിൽ അത്യാവശ്യം പണികളുണ്ട്. പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, പന്നിയുണ്ട്, ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു പൊതിച്ചോറ് കിട്ടിയ സമയം കൊണ്ട് 1000 ചിന്തകളാണ്, പഴയകാലത്തെ ചിന്തകൾ ഇങ്ങനെ കടന്നുപോയത് മനസ്സിൽ കൂടെ. ഫാബിക്കുട്ടൻ എന്ന് ക്യാറ്റേഴ്സിന് പോകുന്നില്ലല്ലോ, അപ്പോൾ അവൻ കൊണ്ടുപോകാണ്ട് പൊതിച്ചോറും കൂടെ ഞാൻ ഫെലിയുടെ കയ്യിൽ കൊടുത്തു വിടുവാണ്. അങ്ങനെ ഞാൻ ഇട്ട് വെച്ചിരുന്ന എൻ്റെ അച്ചാറുകളൊക്കെ ഏതാണ്ട് തീരാറായി. ഇനി അടുത്ത അച്ചാറ് മേളാങ്കത്തിനുള്ള സമയമായെന്ന് തോന്നുന്നു, കാരണം എല്ലാം അറ്റപ്പറ്റി എത്തി. ഇനിയുള്ളത് ലാസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ണിമാങ്ങയാണ്. അതങ്ങനെ എടുക്കാൻ പറ്റില്ല, അത് ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പം അത് വരുമ്പോൾ മാത്രമേ ഞങ്ങൾ എടുക്കാറുള്ളൂ. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടികളെല്ലാം തീർത്ത് 10 മിനിറ്റ് ഇരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പെരുമഴയായിരുന്നു. കൊച്ചിന് സൈക്കിളിൽ പോകാൻ പറ്റില്ല, അപ്പോൾ ഇനി അവനെ ഒന്ന് കൊണ്ടുവിടണം. ഈ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ ചീഞ്ഞളിഞ്ഞ മഴ അല്ലേ, എന്തൊരു ബുദ്ധിമുട്ടായത്. പൂവൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിന്നിരുന്ന എൻ്റെ ബൊഗൈൻവില്ലയുടെയൊക്കെ ആ ഒരു അവസ്ഥ കാണണം. ഭയങ്കര ശോകമായി, ഇലയെല്ലാം പൊഴിഞ്ഞ്. ഇനി അതെല്ലാം ട്രിമ്മൊക്കെ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ ബാക്ക് ടു കിച്ചണിലേക്ക് എത്തി. എനിക്ക് കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട്. എനിക്ക് അടുക്കളപ്പണിയിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ പാത്രം കഴുകുക. പക്ഷേ നമുക്ക് അങ്ങനെ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ, ചെയ്തല്ലേ പറ്റുള്ളൂ. ഡിഷ് വാഷറും വെച്ചിട്ടില്ല. എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണ്. ഇനിയെങ്കിലും വീട് പണിയുന്നവർ അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യണം കേട്ടോ. പിന്നീട് അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് എങ്കിലും ഒന്ന് നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാണുന്ന നിങ്ങളുടെ ലൈഫിലെ ഇത്ര മിനിറ്റ് ഈ ഒരു വീഡിയോ കാണാനായിട്ട് 1 മിനിറ്റ് ആയാലും 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നിങ്ങളോടൊക്കെ എത്രമാത്രം നന്ദി പറഞ്ഞാൽ പറ്റുമെന്ന് എനിക്കറിയില്ല. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും ഉണ്ട്, അല്ലാതെ കാണുന്നവരും ഉണ്ട്. അപ്പോൾ 2 കൂട്ടർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ.